നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നിറഞ്ഞ് അഭിഷേകം ചെയ്യപ്പെട്ട നമ്മളിലേക്ക് ഈശോ തൻ്റെ വചനത്തെ നൽകുന്ന നിമിഷങ്ങളാണ്. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും ഉദ്ദേശിക്കുന്ന ഫലം നൽകാതെ തിരികെ പോകുന്നില്ല. അതുപോലാണ് അവിടുത്തെ വചനവും. അവിടുന്ന് നമ്മളിൽ നൽകുന്ന വചനത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പൂർണ്ണമായി ഈശോയിലേക്ക് തുറന്നു കൊടുക്കാൻ, ഏതവസ്ഥയിൽ ജീവിക്കുന്നവർക്കും ദൈവത്തിൻ്റെ വചനം ശക്തമായി ഉൾച്ചെല്ലുമ്പോൾ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള വിടുതൽ, പരിപൂർണമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലെ ആനന്ദവും ആശ്വാസവും സൗഖ്യവും നൽകുവാൻ കാരണമായി തീരട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗം നമ്മൾ കേൾക്കും. ഞാൻ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു പറയുക, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിസ്സാരരാണ് നമ്മൾ. കർത്താവിൻ്റെ വചനം നമുക്ക് ശക്തി നൽകും എല്ലാത്തിനെയും അതിജീവിക്കുവാൻ. ആ വചനത്തെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ സ്വരമുയർത്തി സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, സുഖത്തോളം നമ്മുടെ മനസ്സിനെ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. യോഹന്നാൻ സുവിശേഷകൻ 15-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ ബി ആണ് നമ്മൾ വായിക്കുക. 15-ാം അധ്യായം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ? എന്തിനെ കുറിച്ചാണ്? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം എപ്പോഴും പറയുന്നത് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. കറക്റ്റ് ഉത്തരം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ഈശോ പഠിപ്പിക്കുന്നു, എന്നോട് ചേർന്നിരിക്കുന്നവൻ നല്ല ഫലം പുറപ്പെടുവിക്കും, എന്നോട് അകന്നു പോകുന്നവർ ഫലം പുറപ്പെടുവിക്കത്തില്ല. ഈശോയുടെ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം ഫലദായകമാണ് നമ്മുടെ ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചേർന്നിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര സുഖകരമായ കാര്യമാണോ? ചേർന്നിരിക്കുക, കൂടെ ഇരിക്കുക, ഒന്ന് ചേർന്നിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാലത്ത്, പഴയ കാലത്ത് ചേർന്നിരിക്കുന്നതായിരുന്നു ഏറ്റവും സന്തോഷം, അകന്നു നിൽക്കുന്നതായിരുന്നു ബുദ്ധിമുട്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അകന്നിരിക്കുന്നതാണ് സന്തോഷം, ചേർന്നിരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ഒരു ചേച്ചി പറയുന്നു, അച്ഛാ, എൻ്റെ കുടുംബജീവിതം ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്, ശക്തമായിട്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. കാരണം അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് ഇത്രമാത്രം വേദനയോടുകൂടെ, കണ്ണീരോടുകൂടെ ഇങ്ങനെ പറയുവാൻ കാരണമെന്ത്? അവർ പറഞ്ഞു, 6 വർഷമായി എനിക്ക് സന്ധിവാതം പിടിപെട്ടിട്ട് കൈയനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ വടി കുത്തിപ്പിടിച്ച് വേദനയോടുകൂടെ
ഭിത്തിയെ പിടിച്ചാണൊന്ന് ബാത്റൂമിൽ പോവുക. അങ്ങനെ എൻ്റെ ജീവിതം. ആദ്യമൊക്കെ എനിക്ക് രോഗം വന്നപ്പോൾ എൻ്റെ മക്കളും ഭർത്താവുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നെ സംരക്ഷിക്കുവാൻ കൂടെയുണ്ടായിരുന്നു. നീ പേടിക്കേണ്ട, ഞങ്ങൾ നിന്റെ കൂടെയുണ്ടല്ലോ എന്ന് പറഞ്ഞെനിക്ക് ആശ്വാസം നൽകിയിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ എനിക്ക് ചെയ്തു തന്നിരുന്നു. സമയാസമയങ്ങളിൽ ആശുപത്രികളിൽ കൊണ്ടുപോയി ആവശ്യമുള്ള മരുന്നുകൾ വാങ്ങിത്തന്നു. സ്നേഹത്തോടുകൂടി എന്നെ പരിപാലിച്ചു. ഞാനൊന്ന് അഹങ്കരിച്ചു. ഇതുപോലെ ഭാഗ്യപ്പെട്ടൊരു സ്ത്രീ ഞാനല്ലാതെ മറ്റാരും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ വിചാരിച്ച് നാളുകൾ കടന്നു പോകുമ്പോഴാണ് ഭർത്താവിന് സ്നേഹം കുറയുക. ചേർന്നിരിക്കുവാനായി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രതിജ്ഞയെടുത്തു പോയവർ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പതുക്കെ പതുക്കെ അകലുകയാണ്. ചേർന്നിരിക്കേണ്ട സമയത്ത് അകന്നകന്ന് പോവുകയാണ്. പറഞ്ഞു, 6 വർഷമായിട്ട് ഇങ്ങനെ അകൽച്ചയുടെ വേദന ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇതിന്റെ പാരമ്യത്തിലാണ് എത്തിയിരിക്കുക. ഇനി ആ മനുഷ്യൻ പറയുന്നത്, നീ ഒരിക്കലും ഈ രോഗത്തിൽ നിന്ന് പിടിവിടില്ല, നിനക്കൊരിക്കലും ഒരു മുക്തി ഉണ്ടാകില്ല, നീ പണ്ടത്തെ പോലെ ആയിത്തീരില്ല, എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ നിനക്ക് ശേഷിയില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങ് അകന്നു പോവാം, പിരിഞ്ഞു പോവാം. ആ സ്ത്രീ പറയുക, അവഹേളന, ഒന്നും തരുന്നില്ലാത്ത അവസ്ഥ, ഭക്ഷണം കൊണ്ടുവച്ചാൽ എടുത്തു കഴിക്ക്, വേണമെങ്കിൽ കഴിക്ക്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്നുമില്ല, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും എന്നിൽ നിന്ന് അകന്നു പോവണം. ചേർന്നിരിക്കാൻ ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ പ്രതിജ്ഞയെടുത്തവർ ജീവിതത്തിൽ മരണമല്ലാതെ ഞങ്ങളെ വേർപെടുത്തില്ല, അതുവരെ ഞങ്ങൾ കൂടെയുണ്ടാകും, ഒരിക്കലും വേർപിരിയില്ല എന്ന് ദൈവത്തിന് മുമ്പിൽ പ്രതിജ്ഞയെടുത്തവർ ഇതാ ഒരു കഷ്ടകാലത്ത്, വേദനയുടെ കാലത്ത്, രോഗത്തിന്റെ കാലത്ത് അകന്നകന്നകന്ന് പോകുന്നു. ഡിവോഴ്സിന്റെ വക്കിൽ എത്തിച്ചേരുന്നു. അടുത്തിരിക്കുക ബുദ്ധിമുട്ടാണ്. ഈശോ പറയുന്നത്, നിങ്ങൾ എന്നിലേക്ക് അടുത്തിരിക്കുക. ഒരു ഭവനത്തെ എനിക്കറിയാം, ചിക്കൻ ഗുനിയ പിടിച്ച് അമ്മ ഇതുപോലെ തന്നെ കിടപ്പിലാണ്. ചിക്കൻ ഗുനിയ പിടിച്ച് ഇത് കൂടുതലായി കരങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്, മരങ്ങില്ല, ഒന്നും ചെയ്യുവാനായിട്ട് പറ്റില്ല, കുറച്ച് നടക്കാം, കാലുകളുടെ വിരലുകളൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത്. പക്ഷേ അമ്മ പറയുന്നത് ഇതാണ്, എനിക്കെന്ന് എന്റെ അസുഖം തുടങ്ങി അന്നു മുതൽ എന്റെ മക്കളും എന്റെ ഭർത്താവിന്റെയും സംരക്ഷണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് സന്തോഷത്തോടെ നടക്കുന്നത്. ഒരു ഗ്ലാസ് കാപ്പി അനത്തുവാൻ എനിക്കൊണ്ടാകില്ല, ഒരു കഞ്ഞി വെച്ചു കൊടുക്കാനാവില്ല, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി മക്കളുടെ മുമ്പിൽ വിളമ്പിക്കൊടുക്കാൻ എനിക്കാകില്ല. ശരിക്കും നിസ്സഹായായ എന്നെ, എന്റെ അവസ്ഥ കണ്ടുകൊണ്ട്, എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്റെ കൈയായി, എന്റെ കാലായി, ഞാൻ വെക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയായി ഭർത്താവും മക്കളും കൂടെ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് ചേർന്നിരിക്കുന്നതിന്റെ സന്തോഷം. ചേർന്നിരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയുക എന്ന് തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, അതാണ് ഈശോ പറയുക, നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുക, അപ്പോൾ നിങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുക. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ആർക്കും ഇതുവരെയും നല്ല ഫലങ്ങളല്ലാതെ ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിച്ചിട്ടില്ല. മുഹമ്മദ് ത്രേസ്യയുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏത് വിശുദ്ധന്റെ ജീവിതം അത് തന്നെയാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ നല്ല ഫലം പുറപ്പെടുവിക്കും. പക്ഷേ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവർ നാശത്തിലേക്ക് പോകും. അറിയാം, ആദ്യകാലം മുതൽ സ്വർഗത്തിലൊരു വലിയ യുദ്ധം നടന്നില്ലേ? മലാഖമാർ അല്ലേ കുറെ പേരെ ഭൂമിയിലേക്ക് അയച്ചു, കുറെ പേര് ഇന്നും സ്വർഗത്തിലുണ്ട്. ദൈവവുമായി അടുത്ത് നിന്നവർ, ദൈവത്തോട് കൂടെ നിന്നവർ, ദൈവത്തിനെതിരെ വെല്ലുവിളിക്കാത്തവർ സ്വർഗത്തിൽ മലാഖമാരുടെ ഗുണം. ദൈവത്തിനെതിരെ വെല്ലുവിളിച്ചവർ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സന്ദേശം അത് നൽകുന്നുണ്ട്.
എത്രമാത്രം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം നമ്മൾ ഫലദായകമായി മാറും നമ്മുടെ ജീവിതം. അകന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും നാശത്തിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ ആലയത്തിൽ വന്നിരിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവത്തിൽ നിന്ന് വളവും വെള്ളവുമൊക്കെ സ്വീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും വേണ്ടിയാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, ആരാണ് എൻ്റെ സഹോദരനും സഹോദരിയും? ആരാണ് എന്നോട് ചേർന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. ആരാണ് എൻ്റെ സഹോദരനും സഹോദരിയും? ഈശോ എന്താ ഉത്തരം നൽകിയത്? എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർ, എന്റെ വചനം കേൾക്കുക, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേൽക്കുക, അവരാണ് എന്റെ സഹോദരനും സഹോദരിയും എന്ന് ഈശോ പറയുന്നു. കാരണം ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ വചനത്തെ കേൾക്കുവാൻ സാധിക്കൂ. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ ഹൃദയത്തിന്റെ തുടിപ്പുകളെ അറിയുവാൻ പറ്റൂ. അവിടുത്തോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്റെ വചനം കേൾക്കുക, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക, എങ്കിൽ നിങ്ങൾ എന്റെ സഹോദരനും സഹോദരിയും ആയിരിക്കും. അപ്പോൾ ഈശോ തന്നെ പറയുക, ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന സ്ഥാനപ്പേരാണ്, നീ എന്റെ സഹോദരനാണ്, നീ എന്റെ സഹോദരിയാണ്. കർത്താവ് പറഞ്ഞു, എന്നോട് ചേർന്നിരിക്കുന്നവരെ ഞാൻ ഒരിക്കലും ദാസരെന്ന് വിളിക്കില്ല. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ ദാസരെന്നല്ല വിളിക്കുന്നത്, ദാസരെന്നല്ല വിളിക്കുന്നത്, നിങ്ങൾ എൻ്റെ മക്കളാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഈശോയോട് ചേർന്നിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളായി മാറുന്നു. യജമാനന്റെ ഹിതമെന്നത് തിരിച്ചറിയാൻ പറ്റുന്നൊരു ദാസന് എല്ലാം വെളിപ്പെടുത്തണമെന്നുമില്ല. പക്ഷെ നിങ്ങൾ മക്കളാണ്. അതുകൊണ്ട് എന്റെ പിതാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ പിതാവിന്റെ ഹിതം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ നിങ്ങൾ കൂടുതൽ പിതാവിങ്കിലേക്ക് വളരും. അങ്ങനെ പിതാവുമായി നിങ്ങൾ ചേർന്നിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അത്ര മനോഹരമായിട്ടാണ് ഈശോ ആ വാക്കുകൾ പറയുന്നത്. ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ഈശോ നമ്മുടെ സംരക്ഷകനായി മാറും. ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ സഹോദരി സഹോദരന്മാരെന്ന് വിളിക്കപ്പെടും. ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. സുവിശേഷത്തിന്റെ വാക്യങ്ങളുടെ പിറകിലേക്ക് നമ്മൾ താഴേക്ക് നമ്മൾ വരുമ്പോൾ അവിടുന്ന് പറയും, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറന്തള്ളപ്പെടും. ഈശോ പറയുക, വലിയൊരു മുന്തിരിച്ചെടിയുണ്ട്, ആ ചെടി താഴ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കുകയാണ്, അത് നല്ല ഫലം പുറപ്പെടുവിക്കും. പക്ഷേ അകന്നു പോകുന്ന ശാഖകളെ അത് മുറിച്ചു മാറ്റപ്പെടും. എങ്കിൽ മാത്രമേ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അഴുക്ക് വള്ളികളെ കർഷകൻ മുറിച്ചു മാറ്റും. ഇങ്ങനെ മുറിച്ചു മാറ്റപ്പെടുന്നത് നല്ലതിനാണെന്ന് മറ്റ് ചേർന്നിരിക്കുന്ന ശാഖകൾക്ക് നല്ലതാണ്, നല്ല ഫലം പുറപ്പെടുവിക്കും. ഈശോ പറയുക, നമ്മൾ അകന്നു പോകുമെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് മുറിച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടും മനുഷ്യൻ. ദൈവത്തോട് അകന്നു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യ മനുഷ്യന്റെ കൂടെ സായങ്കാലത്ത് ഒരു സ്നേഹിതനെ പോലെ ഇറങ്ങി വന്ന് അവരോട് കുശലം പറഞ്ഞു പോകുന്ന ഒരു ദൈവത്തെ നമുക്ക് പരിചയമുണ്ട്. എല്ലാ സായങ്കാലങ്ങളിലും മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു അപ്പനുണ്ട്. കൂടെ നിന്നിരുന്നു, എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു, നിയമങ്ങൾ കൊടുത്തിരുന്നു. ഒന്നു മാത്രം, ഞാൻ പറയുന്ന വൃക്ഷത്തിൽ നിന്നുള്ള ഫലങ്ങൾ മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്, ഒറ്റ നിയമമേ കൊടുത്തിരുന്നുള്ളൂ. അത് പാലിക്കുവാൻ മനുഷ്യനായില്ല. അതിനു മുമ്പ് വരെ ഒട്ടിച്ചേർന്നൊരു ജീവിതമായിരുന്നു, കൂട്ടുകാരെ പോലെ നടക്കുന്ന ഒരു ജീവിതമായിരുന്നു, സന്തോഷകരമായൊരു ജീവിതമായിരുന്നു, അല്ലലുകളില്ലാത്തൊരു ജീവിതമായിരുന്നു, ഒരു കുറവുമില്ലാത്തൊരു ജീവിതമായിരുന്നു. മൃഗങ്ങളെന്നോ പക്ഷികളെന്നോ
പാമ്പെന്നോ കരടിയെന്നോ സിംഹമോ ഒന്നുമില്ലാത്ത ഒരു ജീവിതം, ആർക്കും ആരെയും പേടിയില്ല, സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന അതിമനോഹരമായ ഒരു ലോകം. പക്ഷേ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഒന്ന് വിഘടിച്ചു പോയി. അതുവരെ സമാധാനത്തോടെ നടന്നവർ ശപിക്കപ്പെട്ട് ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിലെയും കഷ്ടപ്പാടുകളിലേക്കും അവരെ ഇറക്കി വിടുകയാണ്. ദൈവം അവരോട് പറയുന്നതാണ്, ഇന്ന് നിന്റെ വിയർപ്പിനുള്ള അപ്പം നീ ഭക്ഷിക്കുക. മനുഷ്യൻ ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. ദൈവത്തിൽ അകന്നു പോയപ്പോൾ അന്ന് വരെ ദൈവം അനുഭവിച്ചെന്ന സന്തോഷവും സമാധാനവും കൂട്ടായ്മയും എല്ലാം അവൻ്റെ ഉള്ളിൽ പുറത്തുപോയി. സ്നേഹമുള്ളവരെ, ഇതുപോലൊരു കൂട്ടായ്മയിലേക്കാണ് നമ്മളെ ദൈവം ക്ഷമിക്കുക. ഇതൊരു കൂട്ടായ്മയിലേക്കാണ് ദൈവം ക്ഷണിക്കുക. അകന്നു പോകാതെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. അകന്നു പോകാൻ എളുപ്പമാണ്, കൂട്ടിച്ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരമ്മ തന്റെ മകനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ഒരു ബുദ്ധിമോശമാണ്. മകനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നീ ഇനി ഇവിടെ വരണ്ട, കാരണം നിന്റെ ജീവിതം കണ്ടുകൊണ്ട് എനിക്കിനി ഇരിക്കാൻ പറ്റില്ല, നീ ഇവിടെ വരണ്ട. അമ്മയോട് ആ മകന് ചെറുപ്പകാലം മുതലേ ഒരു വൈരാഗ്യമുണ്ടായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ, അവൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്തോ ഒരു കാര്യം ചോദിച്ചു, അമ്മയ്ക്ക് ദേഷ്യം വന്നു, കയ്യിലിരുന്ന മുളക് പൊടിയായിരുന്നു, അതെടുത്ത് അവന്റെ മുഖത്തോട്ടിട്ടു. ഇതാണ് സംഭവം. വർഷം 25 കഴിഞ്ഞു, എന്നിട്ടും ആ മകൻ അത് മറന്നിട്ടില്ല. എന്നിട്ടും അവനത് മറക്കാതെ അമ്മയോട് ഇപ്പോഴും വൈരാഗ്യം വെച്ചുകൊണ്ട് ജീവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അകന്നു പോകുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, അമ്മയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അതെപ്പോഴും നാശകരമായിരിക്കും. കാരണം നിയന്ത്രിക്കാൻ ഒരാളില്ലാതെ വരുമ്പോൾ അതെപ്പോഴും കാരണമായി തീരും. ഒരു കുടുംബത്തിലെ മക്കളെ നിയന്ത്രിക്കുന്ന എപ്പോഴും അമ്മ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ അവരെ സഹായിക്കുന്നതും അവര് തന്നെയാണ്. അകന്നു പോയ മകൻ ഇന്ന് വളരെ വേദനയുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. തന്റെ സ്വന്തം ജീവിതത്തിൽ പോലും സമാധാനവും സംതൃപ്തിയും കണ്ടെത്താൻ അവനാകുന്നില്ല. ഇന്നവൻ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അമ്മ കൂടെയില്ല. ജീവിതത്തില് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ കൂടെയിരിക്കുക, വെട്ടിമാറ്റപ്പെടുന്നതൊന്നും അകന്നു പോകുന്നതൊന്നും എല്ലാം വെട്ടിമാറ്റപ്പെടും. അത് കുടുംബ ബന്ധങ്ങളായാലും ശരി. അങ്ങനെ അമ്മ പറയുന്നു, മകൻ അകന്നകന്നു പോയത് ഞാൻ അറിഞ്ഞില്ല, പക്ഷെ അവൻ ഇന്ന് എൻ്റെ കൂടെയില്ല, അവൻ ഇന്ന് വിദേശത്താണ്, ഞാൻ എത്രമാത്രം വിളിച്ചിട്ടും തിരിച്ചു വരുന്നില്ല, എന്നോട് മിണ്ടുവാൻ പോലും അവന് അറപ്പാണെന്ന് പറഞ്ഞു. അറപ്പാണെന്ന് അമ്മയോട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ അകന്നു പോകുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്: വെറുപ്പും വിദ്വേഷവും. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടും. ജീവിതത്തോടുള്ള എല്ലാവിധത്തിലുള്ള നന്മകളെ കുറിച്ച് മറന്നുപോകും. തിന്മകളെ കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ നമ്മളെ പഠിപ്പിക്കും അകന്നു പോകുമ്പോൾ. ഈശോ നമ്മോട് പറഞ്ഞു തരിക, അകന്നു പോകുന്ന ശാഖകളെല്ലാം വെട്ടിമാറ്റപ്പെടും. പല കുടുംബ ബന്ധങ്ങളെയും നമുക്കറിയാം. നിസ്സാര കാര്യങ്ങളിൽ അകന്നു ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തെ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നിസ്സാര കാര്യത്തിന് വേണ്ടി അകന്നകന്നു പോയി അവസാനം ജീവിതം തന്നെ രണ്ടാക്കി മുറിച്ചെടുത്തിട്ട് ഇന്നും ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്താ സംഭവിച്ചത്? അടുക്കാനായിട്ട് പരിശ്രമിച്ചില്ല, അടുക്കാനായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിച്ചില്ല. വെറുപ്പും വിദ്വേഷവും കൊണ്ട് സ്വയം മറന്ന് നീ നശിച്ചാലും സാരമില്ല, ഇത് വേണ്ട എന്ന് പറയുവാൻ വിധം നമ്മളൊക്കെ വളർന്നു പോയി എന്നുള്ളതാണത്. ഈശോ പറയുക, അകന്നു പോവരുത്. ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും.
അകന്നു പോകുവാനല്ലത്, മറിച്ച് അത് അടുപ്പിക്കുന്നതാണെങ്കിൽ മാത്രമേ കുടുംബം നിലനിൽക്കൂ, വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കൂ, ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ നിലനിർത്തൂ, മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നിലനിൽക്കൂ. അകന്നു പോകാൻ നമുക്ക് അകന്നു പോകാൻ എളുപ്പമാ, അടുത്തു വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അകന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ, നമ്മൾ വിട്ടുപേക്ഷിച്ച ബന്ധങ്ങളുണ്ടെങ്കിൽ, കർത്താവ് നമ്മോട് പറയുന്നു, അതിനല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അകന്നു പോയതിനൊന്ന് ചേർത്ത് നിർത്തുക, ഫലം നൽകാത്തതിനൊന്ന് ഫലദായകമാക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. പറയുന്നു, അകന്നു പോകുന്നതിനെ വെട്ടിയെടുക്കും. വെട്ടിയെടുത്ത് എന്ത് പറയും? അവൻ വലിച്ചെറിയും. വചനം പറയുന്നു, വെട്ടിയെടുക്കും. ഇങ്ങനെ പറയുന്നു, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് എറിയപ്പെടും. വെട്ടിമാറ്റുക മാത്രമല്ല, പുറത്തേക്ക് എറിഞ്ഞ് കളയുക. എന്താണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ് നമ്മൾ എറിഞ്ഞു കളയുന്നത്. ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ എറിഞ്ഞു കളയുന്നത്. നമ്മുടെ ജീവിതത്തിന് ഹാനികരമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എറിഞ്ഞു കളയുന്നത്. നമുക്കത് വേണ്ട, ഇത് നാശത്തിൻ്റെതാണ്, എനിക്കത് രക്ഷ നൽകുന്നതല്ല, എനിക്കത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എറിഞ്ഞു കളയും. ഈശോ നമ്മോട് പറയുക, ഈശോയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ പുറത്തേക്ക് എറിയപ്പെടും. ആദ്യ മനുഷ്യനെ കർത്താവ് കാണിച്ചത് തന്നെയാണ്, ഇത് പുറത്തേക്ക് എറിഞ്ഞു കളയുക. നീ പോയി അധ്വാനിക്കുക, നീ പോയി അധ്വാനിച്ച് ജീവിക്കുക. എറിഞ്ഞു കളയുകയാണ് തന്റെ സന്നിധിയിൽ നിന്ന്. പല പ്രവാചകന്മാർ നമുക്കറിയാം, എല്ലാവരെയും കർത്താവിന്റെ കൂടെ നിന്നവർ പലരും തന്നെ കർത്താവിന്റെ ഹിതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ കർത്താവ് അവരെ എറിഞ്ഞു കളഞ്ഞു, വേണ്ട എന്ന് വെച്ചു. അതുപോലെ ആയിത്തീരരുത് നമ്മുടെ ജീവിതം. കർത്താവിനാൽ വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ എന്ത് അർഹതയാണ്? കർത്താവിനാൽ എറിയപ്പെട്ട വ്യക്തിക്ക്, കർത്താവിനാൽ നിർത്തപ്പെട്ട വ്യക്തികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണമുണ്ട്, അവർക്കൊരു സംരക്ഷണമില്ല. അവർ വന്നിരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളെ ശ്രവിക്കാൻ ആളില്ല. തങ്ങൾ ഏകരായി വെറുക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറ്റപ്പെടും. സമൂഹത്തിന് മുമ്പിൽ പരാജിതരായി മാറ്റപ്പെടും. അതുകൊണ്ട് അവർക്ക് പ്രത്യാശയോടുകൂടെ നോക്കിക്കാണുവാൻ ഒരു അഭയ സങ്കേതം വേണം. പ്രത്യാശയോടുകൂടെ നോക്കിക്കാണുവാൻ ഒരു സ്ഥലം വേണം. അവരുടെ പ്രശ്നങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, രോഗങ്ങളിൽ എന്നെ ശ്രമിക്കുവാനും എന്റെ ഏകാന്തതയിൽ എന്നോടൊന്ന് കൂട്ടുകൂടാനും ഞാൻ പറയുന്നതൊന്ന് കേൾക്കുവാനും എനിക്കൊരാശ്വാസ കേന്ദ്രമുണ്ട്, അഭയ കേന്ദ്രമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യൻ തീർന്നു പോവുകയുള്ളൂ. അതിന്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുകയുള്ളൂ. നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും നമ്മുടെ ആലംബവും ഒക്കെ നമ്മുടെ ദൈവമാണ്. മറ്റെവിടെ നമുക്ക് ആലംബം അന്വേഷിച്ചാലും പരിപൂർണമായൊരു ആലംബം നമുക്ക് ലഭിക്കില്ല. കർത്താവിന്റെ സന്നിധിയിൽ അവൻ നമുക്ക് പരിപൂർണമായിട്ടുള്ള ഒരു അഭയമായി മാറുകയാണ്. അതുകൊണ്ട് കർത്താവിനാൽ വലിച്ചെറിയപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക. വലിച്ചെറിയപ്പെടുന്ന ശാഖകൾ എന്ത് ചെയ്യും? കുറച്ചു കഴിയുമ്പോൾ ഉണങ്ങിപ്പോകും, അല്ലെ? വചനം പറയുക, ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോകുന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ജീവനില്ലാത്ത അവസ്ഥയാണ് ഉണങ്ങിപ്പോകുക എന്ന് പറയുക. നമ്മളൊരു ചെടിയുടെ കൊമ്പ് കൊണ്ട് നട്ടാൽ അത് തളച്ചു വളരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അതിന് ജീവനുണ്ട്, അതെടുത്ത് കളയരുത്. പക്ഷെ അത് ഉണങ്ങിക്കഴിഞ്ഞാലോ നമ്മൾ ഇതെടുത്ത് മാറ്റിക്കളയും. ഇതിനെ കൊണ്ട് ഉപയോഗമില്ല, അത് എറിഞ്ഞു കളയും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ളൊരു അവസ്ഥാവിശേഷത്തിലൂടെ കടന്നു പോകല്ലേ. ഉണങ്ങിപ്പോകുന്ന മരങ്ങളായി നമ്മൾ മാറരുത്. ഒന്നാമത്തെ സങ്കീർത്തനം നമ്മോട് പറഞ്ഞു തരുന്ന ഇതാണ്: നിങ്ങൾ അരുവിയുടെ അടുക്കൽ നഷ്ടപ്പെട്ട വൃക്ഷങ്ങളാണ്. അരുവിയുടെ അരികിൽ നഷ്ടപ്പെട്ട വൃക്ഷങ്ങൾ. 365 ദിവസവും പച്ച നിറം,
365 ദിവസവും ഫലമുണ്ടാകും. അങ്ങനെ നല്ല ഫലം കായ്ക്കുന്ന മരങ്ങളായി നമ്മൾ മാറുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ നട്ടിരിക്കുന്നത്, ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. ഉണങ്ങിപ്പോകുവാനായിട്ടല്ല. കർത്താവിൽ നിന്ന് ആവശ്യമായ വെള്ളവും വളവും ഒക്കെ സ്വീകരിച്ച് എപ്പോഴും തഴച്ചു വളരുന്ന, എപ്പോഴും പച്ചപിടിപ്പുള്ള, എല്ലാവിധത്തിലുള്ള കൃപാവരങ്ങളാലും നിറഞ്ഞ, സുഹൃതങ്ങളാലും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം നമ്മുടേതെന്ന് ഈശോ പഠിപ്പിക്കുക. ഈശോ എപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഫലം അന്വേഷിച്ചു വന്നാലും പൂത്തിലഞ്ഞു നിൽക്കുന്ന ഒരു മരം ഫലങ്ങളാൽ നിറയപ്പെട്ട ഒരു മരമായി എന്റെ ജീവിതത്തെ ഞാൻ മാറ്റുമ്പോഴാണ്, സ്നേഹമുള്ളവരെ, ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുക. യേശു പറയുക, കൂടെ നിൽക്കുക. ഉണങ്ങിപ്പോകുന്ന മരങ്ങളല്ല നമുക്ക് വേണ്ടത്, പച്ചപിടിപ്പുള്ള മരങ്ങളാണ്, പച്ചയിലയുള്ള ഫലങ്ങളുള്ള നല്ല മരങ്ങൾ. അതിനുവേണ്ടിയാണ് ഈശോ നമ്മെ നട്ടിരിക്കുന്നത് ഈ ലോകത്ത്. നമ്മളെ നോക്കിക്കൊണ്ടായിരിക്കാം, അന്നത്തെ ജനത്തെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നല്ല മുന്തിരിയല്ലേ കൊണ്ട് നട്ടത്, ഏറ്റവും വിശിഷ്ടമായ മുന്തിരിയല്ലേ നട്ടത്, പിന്നെ ഇതെങ്ങനെയാണ് കൈപ്പുള്ള ഫലങ്ങൾ പുറപ്പെടുവിച്ചത്? ഹൃദയത്തിന്റെ അഗാധ തലത്തിലേക്ക് ഇത് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതും ഇത് തന്നെയാണ്. ദൈവം നട്ട നല്ല മരമല്ലേ ഞാൻ? എല്ലാവരുടെ കൃപാവരങ്ങളാലും എന്നെ നിറച്ചില്ലേ, കുദാസുകളാൽ എനിക്ക് എന്നെ പരിപോഷിപ്പിച്ചില്ലേ, പക്ഷെ ഞാൻ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ കയ്പ് നിറഞ്ഞതെങ്കിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിപ്രായം എന്ത്? നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഒരു വാക്യമാണ്, ഞാൻ പുറപ്പെടുവിക്കുന്ന ഫലം കയ്പുള്ളതാണോ മധുരമുള്ളതാണോ? ഉണങ്ങിപ്പോകുന്ന മരങ്ങളായി മാറാതെ പറയുക, പച്ചപിടിപ്പുള്ള മരങ്ങളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി ഉണങ്ങിപ്പോകുന്ന ചെടികളെ, ശാഖകളെ കർഷകൻ എന്ത് ചെയ്യുമെന്ന് സുവിശേഷം പറയുന്നുണ്ട്. അതിനെയെല്ലാം ശേഖരിച്ചവൻ അഗ്നിക്ക് ഇരയാക്കും. മുറിച്ചു മാറ്റപ്പെട്ടവർ, പുറത്തേക്ക് എറിയപ്പെട്ടവർ, ഉണങ്ങിപ്പോയവർക്ക് ദൈവം നൽകുന്ന ശിക്ഷയാണത്. അഗ്നിയിലേക്ക് എറിഞ്ഞു കളയും. അഗ്നി നമുക്കറിയാം ദഹിപ്പിക്കുന്നതാണ് അഗ്നി. അതിനു മുമ്പിൽ ഒന്നിനും സ്ഥാനമില്ല. അതിനു മുമ്പിൽ ദഹിച്ചു തീരുക മാത്രമേ ഉള്ളൂ, ഇല്ലാതായി തീരുക മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ അന്ത്യവിധിയെക്കുറിച്ച് ഒരു ചെറിയ പരാമർശവും അതിൽ കിടപ്പുണ്ട്. ഇങ്ങനെ മുറിച്ചു മാറ്റപ്പെട്ടവർ, ഫലം നൽകാത്ത വൃക്ഷങ്ങളെ കുറിച്ച് ഈശോ പറയുക, അന്ത്യദിനത്തിൽ അവരുടെ ജീവിതം ഇതുപോലെ നരകത്തിന്റെ അഗ്നിയിൽ കിടന്ന് ഇല്ലാതായിത്തീരും. ശാഖകളെ മുറിച്ചു മാറ്റി പുറത്തേക്ക് തള്ളിക്കളഞ്ഞ് ഉണങ്ങി വരേണ്ടതിനെ കൂട്ടിയെടുത്ത് അഗ്നിക്ക് ഇരയാക്കി കൊടുക്കും. എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ട നിമിഷങ്ങളാണ്. അകന്നു പോകുന്ന ശാഖയെങ്കിൽ സ്നേഹമുള്ളവരെ, കർത്താവിനോട് കൂടെ അടുത്തിരിക്കാൻ നോക്കുക. ഒരു തിരിച്ചുവരവ് നമുക്ക് അനിവാര്യമാണ്. ഒരു തിരിച്ചുവരക്ക് നമുക്ക് സാധ്യവുമാണ്. എന്റെ ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു വിമുക്തി നേടണമെന്ന് ചിന്തിക്കുന്നവർക്കത് സാധ്യമാണ്. കാരണം കരങ്ങളുയർത്തി കർത്താവിനോട് വിളിച്ചപേക്ഷിച്ച് എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടവനാണ് കർത്താവ്. നമ്മുടെ ആഗ്രഹത്തിന്റെ തീഷ്ണത മൂലം നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിക്കൊടുക്കുവാൻ അങ്ങേയറ്റം ശ്രദ്ധാലുവായവനാണ് നമ്മുടെ ദൈവം. തിരിച്ചു വരവ് നമുക്ക് സാധ്യമാണ്, ഒരു തർക്കവുമില്ല. യേശു പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ കവാടം എനിക്കൊന്ന് തുറന്നു തരിക, അത് മാത്രം മതി. ഒരു തിരിച്ചു വരവിന്റെ പ്രതീകമാണ്. അടച്ചു വെച്ചിരിക്കുന്ന കർത്താവ്, എന്റെ ഹൃദയത്തെ നിനക്ക് വേണ്ടി ഞാനിതാ തുറന്നു തരുന്നുവെന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. ഒരു തിരിച്ചു വരവിന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ നിന്നെ ഇതാ ഞാൻ എന്റെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ഉള്ളിലേക്ക് വിളിക്കുന്നു. ഒരു തിരിച്ചു വരവേല ഞാൻ ആയിത്തീരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ തിരിച്ചു വരവ് നമുക്ക് അനിവാര്യമാണ്. ഓർമ്മപ്പെടുത്തുക കൊണ്ട് ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന
ശാഖകളായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. ഈശോ നമ്മളതിന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ശരി, ഈശോയോട് ചേർന്നിരിക്കുക. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല, രോഗങ്ങളാൽ നമ്മൾ വലയുന്നു, എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല, എത്രമാത്രം കഷ്ടപ്പാടുകളുടെ പ്രയാസങ്ങളുടെ കടന്നു പോകുന്നു. ഒന്നും നമ്മളെ നിരാശരാക്കരുത്. മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമായി അതിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നതിന്റെ അടയാളമായി വേദനകളെ, പ്രയാസങ്ങളെ, കഷ്ടപ്പാടുകളെ കാണുവാൻ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മൾ ശാഖയോട്, ചെടിയോട് ചേർന്ന് നിൽക്കുന്ന, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളായി നമുക്ക് മാറുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മളോട് വിശ്വസ്തതയുള്ള, ഇപ്പോഴും വിശ്വസ്തനായി ജീവിക്കുന്ന കർത്താവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ ഫലം പുറപ്പെടുവിക്കുന്ന, നമ്മുടെ ജീവിതം മുഴുവൻ നന്മ വിളയിക്കുന്ന ഒരു ജീവിതമാക്കി തീർക്കുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മളെ സഹായിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. അധരങ്ങൾ ഉണരട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഈശോയെ സ്തുതിക്കുവാനും ഈശോയ്ക്ക് നന്ദി പറയുവാനും ആരാധിക്കുവാനും നമ്മുടെ സ്വരം ഉയരട്ടെ. ദേശം മുഴുവൻ ഇതൊരു അഭിഷേകം ഉണ്ടാവട്ടെ. നാദത്തിന്റെ മുഴക്കം പോലെ അല്ലെങ്കിൽ മുഴുവൻ നിറയുന്ന ഒരു ശബ്ദത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. കനിവാനായ ദൈവം ആത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുക്കർമ്മങ്ങളിലൊക്കെയും ആത്മാവിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുവാൻ, ഈശോയുടെ ആത്മാവിനാൽ പൂരിതരാകുവാനും ശക്തിയോടുകൂടെ വചനം പ്രഘോഷിക്കുവാനും ശക്തിയോടുകൂടെ മുൻപോട്ട് പോകുവാനും ഉള്ള കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിക്കാം. നമുക്ക് കരങ്ങളടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി കരടിച്ചു. അഭിഷേകത്തോടെ ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായി യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. സന്തോഷത്തോടെ ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായി യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണമേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണമേ. ഒഴുകണേ ഒഴുകണേ, ശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ശക്തിയായി ഒഴുകണമേ. മനസ്സോട് ആത്മാവിന്റെ നിറവിനോട് ആത്മാവിനെ മുന്നിലേക്ക് വർഷം ശക്തിയായി ഒഴുകിയാണ്. വലിയൊരു അഭിഷേകം ഉണ്ടാവും. ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ ഇതാത്മാവിനെ അയക്കുവാനും തിരുമനസ്സായതുപോലെ ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ആത്മാവിനെ വർഷിക്കണം. ഇവിടുത്തെ ആത്മാവിനെ വർഷിക്കണം. അവരഭിഷേകം ചെയ്യപ്പെടണം. നിന്റെ വചനം കേൾക്കുവാനും നിന്റെ വചനം അനുസരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള
വലിയ കൃപ നൽകി ആത്മാവിന്റെ നിറഞ്ഞ് ജീവിക്കുന്നവരായി തീരുവാൻ, ജീവിതം മുഴുവൻ ഫലദായകമായി തീരുവാൻ കൃപാവരം വർഷിക്കാൻ ശക്തിയോടെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ സ്തുതിക്കട്ടെ. ആത്മാവിന് വേണ്ടി ഏറെ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കൃപകളെയും ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷം വരെ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ നന്മകളെയും ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ചേർന്ന് വിളിക്കാം. ഈശോയെ ശക്തിപ്പെടുത്തുന്നവന്റെ നാമം, ഇവിടെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവന്റെ നാമം, ഇവിടെ കാത്ത് സംരക്ഷിക്കുന്നവന്റെ നാമം, സ്വർഗം തുറന്ന് കൃപാവരങ്ങൾ വർഷിക്കുന്നവന്റെ നാമം, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, സർവ കഴിവുകളോടെ, ആലയം മുഴുവൻ നിറയുന്ന അഭിഷേകത്തോടെ, ദേശം മുഴുവൻ നിറഞ്ഞ അഭിഷേകത്തോടെ, നമ്മുടെ ഭവനങ്ങളിലുള്ള ദേശം മുഴുവൻ ചെയ്യുന്ന അഭിരോധത്തോടെ ശക്തിയോടെ വിളിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ, ആത്മാവിന്റെ ചൈതന്യം നിറയട്ടെ. ആലയം മുഴുവൻ നിറയട്ടെ, ദേശം മുഴുവൻ നിറയട്ടെ, നമ്മുടെ ഭവനം മുഴുവൻ നിറയട്ടെ, നമ്മൾ വസിക്കുന്ന ഇടങ്ങളെല്ലാം നിറയട്ടെ, നമ്മുടെ ദേശങ്ങളെല്ലാം നിറയട്ടെ. അന്ധകാര ശക്തികൾ മാറിപ്പോവട്ടെ, പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോവട്ടെ, സമാധാനമുണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, ഐശ്വര്യമുണ്ടാവട്ടെ. കരങ്ങളടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്ഥലങ്ങളടിച്ച് സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടുകൂടെ സർവ്വം മറന്ന് ആനന്ദത്തോടെ ആത്മാവിന്റെ നിറവിലൂടെ ആത്മാവ് നൽകുന്ന പ്രചോദനത്തെ ശക്തിയോടെ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലുകൾക്കൊന്ന് മാറ്റി ചവിട്ടി സന്തോഷത്തോടെ അതിന് മുഖത്ത് ചിരിച്ച് ആനന്ദത്തോടെ ആത്മാവിൽ നൽകുന്ന ആ സന്തോഷവും സമാധാനവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ അനുഭവിക്കുന്ന ആത്മാവിന്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ണമേ ദൈവമേ. പാടാം. ദൈവമേ സാത്താന്യ ശക്തികളെ തകർത്തിടുവാൻ ഏലിയായിലെന്ന പോൽ വെളിപ്പെടണേ. സാത്താന്യ ശക്തികളെ തകർത്തിടുവാൻ ഏലിയായിലെന്ന പോൽ വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ശക്തിയോടെ അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ ആത്മശക്തിയായി ഒഴുകണേ. ഒഴുകണേ ഒഴുകണേ ആത്മശക്തിയായി ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു ആത്മീയ ശക്തിയോടെ സ്തുതിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ സ്തുതിക്കണേ. ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞ ആനന്ദത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകിയെത്തിയ കൃപയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചൊരിഞ്ഞ കൃപകളെ നന്ദിയോട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഈശോയെ എന്റെ ഭവനത്തിന്മേൽ നൽകിയ എല്ലാ കൃപകളെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, പെട്ടെന്നുണ്ടാകുന്ന മരണത്തിൽ നിന്ന് ഒക്കെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യമെന്ന് നാം കരുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാക്കി തന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി.
പലവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന് പ്രാർത്ഥനയുടെ ചൈതന്യം ഉണ്ടായതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരസ്പരം മനസ്സിലാക്കാതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ട് അത് മറക്കാതെ ജീവിച്ചു വരുന്നവർ ഇതെല്ലാം മറന്ന് പണ്ടത്തെ സന്തോഷത്തിലേക്ക് തിരികെ വന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്ക് വലിയ മനസ്സാന്തരം സംഭവിച്ചു ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദ്യാർത്ഥികളെ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഇവരെല്ലാവിധ നന്മകളാലും നിറയ്ക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠിക്കുവാനുള്ള കഴിവുകൾ നൽകിയതിനെ ഓർത്ത്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകിയതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അർത്ഥാർത്ഥയോട് ജോലി ചെയ്യുവാൻ ഇവരെ സഹായിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിപകർന്ന നാമം ചേർന്ന് വിളിക്കാം. ഈശോയേ, പൂർണ്ണശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, സർവ്വ കഴിവുകളോടെ ഭവനത്തെ അനുഗ്രഹിക്കുന്നവന്റെ നാം, നമ്മുടെ ഭവനത്തെ സംരക്ഷിക്കുന്നവന്റെ നാം, എല്ലാ തിന്മകളും നമ്മുടെ ഭവനത്തെ രക്ഷിക്കുന്നവന്റെ നാം, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നവന്റെ നാം, നമ്മുടെ ആവശ്യങ്ങളെ സാധിച്ചു കൊടുക്കുന്നവന്റെ നാം, അപകടത്തിൽ നമ്മളെ രക്ഷിച്ചവന്റെ നാം, പെട്ടെന്നുണ്ടാകുന്ന മതത്തിൽ നമ്മളെ രക്ഷിച്ചവന്റെ നാം. ശക്തിയോടെ വിളിക്കട്ടെ, പൂർണ്ണാത്മാവോടെ വിളിക്കട്ടെ. എല്ലാ കൃപാവരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിളിക്കട്ടെ. സ്വർഗം തുറക്കുന്നവന്റെ നാം, കൃപാവരങ്ങൾ വർഷിക്കുന്നവന്റെ നാം, അനുഗ്രഹിക്കുവാൻ കൈനീട്ടി നിൽക്കുന്നവന്റെ നാം, ഇവിടെ ചേർത്ത് നിൽക്കാൻ നമ്മളെ പഠിപ്പിച്ചവന്റെ നാം, ഒരിക്കലും അകന്നു പോകരുത് നമ്മളെ പഠിപ്പിച്ചവന്റെ നാം, ഞാനാണ് താഴ്ത്തണ്ടെന്ന് പഠിപ്പിച്ചവന്റെ നാം, നിങ്ങൾ എന്റെ ശാഖകളെന്ന് വിളിച്ചവന്റെ നാം, അകന്നു പോകാതിരിക്കാൻ കൃപ നൽകണമേ. ശക്തിയോടെ വിളിക്കട്ടെ, പൂർണ്ണാത്മാവോടെ വിളിക്കട്ടെ, കരങ്ങളടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, അഭിഷേകത്തോടെ, ആത്മാവിന്റെ നിറവിനോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കരങ്ങൾ കൂട്ടിപ്പിടിച്ച് നിശബ്ദതയിൽ ശാന്തമായ മനസ്സോടെ നമ്മളെ തന്നെ കർത്താവിന്റെ പാദത്തിൻ ചുവട്ടിൽ നമുക്ക് സമർപ്പിക്കാം. അകന്നു പോകാതെ തായ്തണ്ടിനോടെന്നും ചേർന്നിരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അകന്നുപോയ നിമിഷങ്ങളെ ഓർത്തൊരു നിമിഷം പശ്ചാത്തപിക്കാം. ഇനി ഒരിക്കലും കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ എന്ന് തീഷ്ണതയോടെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ നൽകാം. നമ്മുടെ ഭവനത്തെ നമുക്ക് നൽകാം. നമ്മുടെ എല്ലാ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് നൽകാം. ബന്ധിതനായ ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിക്കപ്പെട്ട അനേകം വ്യക്തികളുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനകൾ, ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ പ്രാർത്ഥന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും അവരുടെ നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ആലയത്തിൽ ഇപ്പോൾ നിൽക്കുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഒന്ന് ചേർന്ന് നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. 2-3 പേർ ഒന്ന് ചേർന്ന് എന്നോടൊരു കാര്യം ചോദിച്ചാൽ ഒന്ന് സാധിച്ചു തരുമെന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആലയത്തിൽ നിൽക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഈശോയുടെ തിരുമുൻപിലേക്ക് സമർപ്പിക്കാം. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ കാണിച്ചു തരും. പ്രാർത്ഥനകളെ അവിടുന്ന് ശ്രവിക്കും, യാചനകളെ അവിടുന്ന് ചെവിക്കൊള്ളും. ആമേൻ.